Kerala Reader English Class 7 Unit 5 First Lesson The Yellow Umbrella മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. ഹാവ് യു എവർ റിസീവ്ഡ് എ ഗിഫ്റ്റ്? ഡിഡ് ഇറ്റ് റിമൈൻഡ് യു ഓഫ് എ സ്പെഷ്യൽ ഇവൻറ്റ് ഇൻ യുവർ ലൈഫ് ഓർ ഓഫ് സമൺ യു ലവ്? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ആ ഗിഫ്റ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രത്യേക സംഭവം ഓർമ്മ വന്നോ? അതല്ല, ഒരു പ്രത്യേക വ്യക്തിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയെ നിങ്ങൾക്ക് ഓർമ്മ വന്നോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ട് വായിക്കാം. ദ യെല്ലോ അംബ്രല്ല. വി ഓൾ ഹാവ് മെമ്മറീസ്. സം ഓഫ് ദെം ആർ പ്ലസന്റ്, സം ഓഫ് ദെം ആർ പെയിൻഫുൾ. അതായത് ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഓർമ്മകളുണ്ട്. ചില ഓർമ്മകൾ പ്ലസന്റ് ആണ്, സന്തോഷിപ്പിക്കുന്നതാണ്. ചില ഓർമ്മകൾ പെയിൻഫുൾ ആണ്, അതായത് വേദനിപ്പിക്കുന്നതാണ്. വി സംടൈംസ് കം അപ്പോൺ ബാഡ് ടൈംസ്. മെമ്മറീസ് ഓഫൻ മേക്ക് ദം മോർ പെയിൻഫുൾ. നമുക്ക് ചിലപ്പം മോശപ്പെട്ട സമയം നേരിടേണ്ടി വരും, പക്ഷെ അതിന്റെ ഓർമ്മകളാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഒക്കേഷണലി എ മെമ്മറി awakens in us the desire to possess something. ഇവിടെ കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ. awakens ഉണർത്തുക, ഡിസയർ ആഗ്രഹം, പൊസസ് സ്വന്തമാക്കുക, കൈവശമാക്കുക. അപ്പൊ ഈ ഒരു സെന്റൻസിന്റെ മീനിങ് നമ്മൾ നോക്കാം. ചില സമയത്തൊക്കെ നമ്മളുടെ മെമ്മറി, അതായത് ഓർമ്മകൾ, നമ്മളുടെ ആഗ്രഹത്തെ ഉണർത്തും. എന്തിനു വേണ്ടിയിട്ട്? ചില കാര്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. The desire often has nothing to do with the intrinsic value or the price of the object. It becomes valuable to us through its association with our memory. അപ്പൊ ഈ പാരഗ്രാഫിൽ പറയുന്നത്, അതിന് മുകളിൽ പറഞ്ഞ മാതിരി ചില സംഗതികൾ നമുക്ക് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ആഗ്രഹത്തിൽ നമ്മൾ സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഓബ്ജക്റ്റ്, ആ ഒരു സാധനത്തിന് വലിയ വില ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മുത്തച്ഛന്റെ ഒരു കണ്ണട അല്ലെങ്കിൽ മുത്തച്ഛൻ ഉപയോഗിച്ചൊരു പെന്ന് അല്ലെങ്കിൽ ഒരു പേഴ്സ്, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അതിന് മൂല്യം എങ്ങനെയാ വർദ്ധിക്കുന്നത്? ഇറ്റ് ബിക്കംസ് വാല്യുബിൾ ടു അസ് ത്രൂ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി. നമ്മളുടെ ഓർമ്മകളും നമ്മളുടെ ആ ബന്ധം, ആ ഓബ്ജക്റ്റും ആ ഓബ്ജക്റ്റ് ഉപയോഗിച്ച വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ മേലെയാണ് അതിന്റെ വില വർദ്ധിക്കുന്നത്. എ യെല്ലോ അംബ്രല്ല മേ ലുക്ക് എ വെരി ട്രൈവൽ ഓബ്ജക്ട് ടു യു. അപ്പോൾ ഒരു മഞ്ഞ കൊട, ഒരു മഞ്ഞ നിറത്തിൽ തുണിയുള്ള ഒരു കൊട, അത് നിങ്ങൾക്ക് ഒരു വളരെ വില കുറഞ്ഞ അല്ലെ നിസ്സാരമായ ഒരു വസ്തു ആയിരിക്കാം. ട്രൈവൽ എന്ന് പറഞ്ഞാൽ നിസ്സാരം. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. അതായത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമില്ലായിരിക്കാം. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അതിനോട് വലിയ ഒരു ആഗ്രഹമില്ല, ഒരു അട്രാക്ഷൻ ഇല്ല, അതിനൊരു വലിയ മൂല്യം നിങ്ങൾ കൽപ്പിക്കുന്നില്ല. യുവർ പാരന്റ്സ് ഹാവ് ബോട്ട് യു സെവറൽ അംബ്രല്ലാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ. സം ഓഫ് ദം ക്വൈറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഇത്രയും സമയം വരെ നിങ്ങളുടെ രക്ഷിതാക്കൾ, അച്ഛനമ്മയൊക്കെ കുറേ കൊടകൾ വാങ്ങി തന്നിട്ടില്ലേ? അതിൽ ചിലത് നല്ല കളർഫുൾ ആണ്, നല്ല നിറങ്ങളുള്ളതാണ്, നല്ല അട്രാക്റ്റീവ് ആണ്, നല്ല ആകർഷണീയമായതാണ്, അല്ലേ? There has been nothing special about a yellow umbrella in your life, but for Joseph, a young boy from Palmas in Brazil, a yellow umbrella was something special. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മഞ്ഞക്കൊടയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലായിരിക്കാം, പക്ഷേ ബ്രസീലിലെ പാൽമാസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുട്ടിക്ക്, അതായത് ജോസഫ് എന്ന പേര് പറഞ്ഞ കുട്ടിക്ക് ഈ മഞ്ഞക്കൊട വളരെ പ്രധാനപ്പെട്ടതാണ്. വി ലേൺ അബൌട്ട് ജോസഫ് ഫ്രം 2 ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ്, ഹെലീന ഹിലാരിയോ ആൻഡ് മാരിയോ പീസെ. ഹെലീന ഹിലാരിയോ പിന്നെ മാരിയോ പീസെ, ഈ 2 ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സിന്റെ അടുത്താണ്, അതായത് സിനിമാ നിർമ്മാതാക്കൾ എടുത്തുനിന്നാണ് നമ്മൾ ജോസഫിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലാരിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹെർ സിസ്റ്റർ. അപ്പൊ ഈ കഥയുടെ ആരംഭം എവിടെ നിന്നാണ്? ഹിലാരിയോ എന്ന് പറഞ്ഞ ആ നിർമ്മാതാക്കളിൽ ഒരാൾക്ക് അവരുടെ സഹോദരിയിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത് മുതലാണ്. Her sister had been on a visit to an orphanage in Palmas with Christmas gifts for the children. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹിലാരിയോയുടെ സഹോദരി പാൽമാസിലെ ഒരു അനാഥ മന്ദിരത്തില് ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുക്കാൻ പോയതായിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുക്കാൻ പോയതായിരുന്നു. The children at the orphanage were delighted at seeing the toys they were given. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവര് കൊണ്ടുപോയത് ടോയ്സ് ആണ്, സമ്മാനമായിട്ട് കൊണ്ടുപോയത് വളരെ കളിപ്പാട്ടങ്ങളാണ്. വളരെയധികം കളിപ്പാട്ടങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി, ഡിലൈറ്റഡ്.
But she noticed a boy with a mournful face who showed no interest in the toys. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മോൺഫുൾ ഫേസ് എന്ന വാക്കിന്റെ അർത്ഥം നോക്കണ്ടേ? മോൺഫുൾ ഫേസ് എന്ന് പറഞ്ഞാൽ ദുഃഖം നിഴലിക്കുന്ന മുഖം, അതായത് മനസ്സിലെ ദുഃഖം മുഖത്ത് പ്രകടമാവുക, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ സ്ത്രീ അവിടെ ഒരു ആൺകുട്ടീനെ ശ്രദ്ധിച്ചു, നോട്ടീസ്ഡ്. വളരെ ദുഃഖിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്കാണെങ്കിലോ ഇവര് കൊണ്ടുപോയ കളിപ്പാട്ടങ്ങളോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇൻട്രസ്റ്റ്, താല്പര്യം ഉണ്ടായിരുന്നില്ല. She went up to him and asked what he would like to have as a gift. A yellow umbrella, he said, his face still downcast. അപ്പൊ ഈ സ്ത്രീ അവന്റെ അടുത്തേക്ക് പോയി. അവൻ ദുഃഖിച്ചിരിക്കുകയാണല്ലോ, ഈ ടോയ്സ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അവന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, എ യെല്ലോ അംബ്രല, ഒരു മഞ്ഞ കുട. ആ വേണമെന്ന് പറഞ്ഞ സമയത്ത് പോലും അവന്റെ മുഖത്തുനിന്ന് ആ ദുഃഖം വിട്ടുമാറിയിരുന്നില്ല. ഹിലാരിയോസ് സിസ്റ്റർ വാസ് പസിൽഡ് ബട്ട് സൂൺ ഷി ഹാഡ് ദ ഹോൾ സ്റ്റോറി ഫ്രം ഹിം. ഈ ഹിലാരിയുടെ സിസ്റ്ററിന്, അത് സഹോദരിക്ക്, വളരെ അത്ഭുതം തോന്നി. ഇത്രയൊക്കെ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ടും ഒരു സാധാരണ ഒരു മഞ്ഞ നിറത്തുള്ള കൊടയാണ് ചോദിക്കുന്നത് ഈ കുട്ടി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയിൽ നിന്ന് അവന്റെ ആ കഥ അവള് മനസ്സിലാക്കി. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ the boy was among a group of refugees who had arrived in the country in an open boat. ഈ സംഭവം നടന്നിട്ട് വളരെ കാലങ്ങളൊന്നും ആയിട്ടില്ല. അപ്പൊ ഈ ജോസഫ് ആരാണ്? ആ ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് വന്ന അഭയാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു. There were many like him all over the world running away for fear from their countries or thrown out as unwanted people. അപ്പൊ ഇതുപോലെ ഈ അഭയാർത്ഥികള് ഈ ലോകത്തെമ്പാടും ധാരാളമുണ്ട്. അവരൊന്നൊക്കെ ഭയം കൊണ്ട് അവരുടെ നാട് വിടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് അവരോട് പോകാൻ പറയായിരിക്കും. അവിടെ അൺവാണ്ടഡ് പീപ്പിൾ, അവിടെ നിങ്ങളെ അവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവരിന്ന് പുറന്തള്ളുന്ന ആൾക്കാരായിരിക്കാം. ഇറ്റ് വാസ് എ റെയിനി ഡേ, നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. His father opened a big yellow umbrella that protected them from the rain as they walked. അപ്പോൾ അവർ നടന്നു പോകുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അച്ഛൻ ഒരു മഞ്ഞക്കൊട തുറന്നു പിടിച്ചു. They were going to an orphanage. അവരൊരു അനാഥ മന്ദിരത്തിലേക്കായിരുന്നു പോയിരുന്നത്. His father left him at the orphanage. അങ്ങനെ അവർ അനാഥ മന്ദിരത്തിലെത്തി ഈ മകനെ അവിടെ ആക്കി. That was the only way out for him. ഈ അച്ഛന് അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം? He had been out of work for a long time. വളരെ നാളുകളായിട്ട് ഈ അച്ഛന് ഒരു ജോലിയുമില്ല, അപ്പോൾ പൈസ ഇല്ല. അങ്ങനത്തെ കാരണം കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടാവും. The only hope of survival of his son was to grow up in the orphanage. അപ്പോൾ ഈ മകൻ വളരണമെങ്കിൽ, അത്യാവശ്യം ഭക്ഷണമൊക്കെ സമയത്തിന് കിട്ടി വളരണമെങ്കിൽ ഒരു അനാഥ മന്ദിരം തന്നെയാണ് അതിന് നല്ലൊരു സ്ഥലം. The boy watched as his father walked away, raindrops bouncing off the yellow umbrella. അങ്ങനെ ഇവനെ അവിടെ ആക്കി അച്ഛൻ തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ മഴ പെയ്യുന്ന സമയത്ത് ആ മഴത്തുള്ളികൾ ആ മഴ കൊടേന്റെ മേലെ വീണ് ആ മഴത്തുള്ളികൾ ഇങ്ങനെ തെറിക്കുന്നതും അച്ഛൻ ഇങ്ങനെ നടന്നു പോകുന്നതും ആ സീനൊക്കെ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് ഫാദർ. അതായിരുന്നു അവന്റെ അച്ഛനെ അവസാനമായി കണ്ടത്. ദ യെല്ലോ അംബ്രല ഹാഡ് ബിക്കം etched in his memory. അതുകൊണ്ട് ആ മഞ്ഞക്കൊട അവന്റെ ഓർമ്മയിൽ കൊത്തിവെച്ചതുപോലെയായി. etched in his memory. etched എന്ന് പറഞ്ഞാൽ കൊത്തിവെക്കുക. It was as if the yellow umbrella would unite him with his family someday. അപ്പൊ അവൻ എന്താ കരുതിയത്? ഈ ഒരു മഞ്ഞക്കൊട അവന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നാൾ അവന്റെ കുടുംബവുമായിട്ട് അത് ബന്ധിപ്പിക്കും. അതാണ് അവൻ കരുതിയത്. ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ്സ് സ്റ്റോറി. അപ്പൊ ആ ജോസഫിന്റെ കഥ കേട്ടപ്പോ ഹിലാരിയോസിന് വളരെ മതിപ്പ് തോന്നി. അവളുടെ മനസ്സിനെ അത് വല്ലാതെ അങ്ങോട്ട് സ്വാധീനിച്ചു. ഷീ തോട്ട് ഓഫ് ടേണിംഗ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി into a work of art, a record of empathy and hope. ഇവിടെ ഹിലാരിയോസ് എന്താ വിചാരിക്കുന്നത്? ഷീ തോട്ട് ഈ ജോസഫിന്റെ വേദനാജനകമായ ഈ ഓർമ്മകളുണ്ടല്ലോ, അത് നല്ലൊരു വർക്ക് ഓഫ് ആർട്ടായിട്ട് മാറ്റാൻ തീരുമാനിക്കുകയാണ്. വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പെയിന്റിംഗ് ആയിരിക്കാം, ഒരു ഡ്രാമ ആയിരിക്കാം, ഒരു സിനിമ ആയിരിക്കാം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ അത് ഒരു നല്ല എംപത്തി ആൻഡ് ഹോപ്പ്, അതായത് എ റെക്കോർഡ് ഓഫ് എംപത്തി ആൻഡ് ഹോപ്പ്, അതായത് ഒരു സഹാനുഭൂതിയുടെയും പ്രതീക്ഷയുടെയും ഓർമ്മകളായിരിക്കും അത്. It took 10 years for Hilario and her associate Mario Pisse to produce the animated film Umbrella, which was the first film they made as a duo. ഇവിടെ പറയുന്നു ഹിലാരിയോ പിന്നെ അവരുടെ അസോസിയേറ്റ് പങ്കാളി മാരിയോ കൂടെ നിർമ്മിക്കുന്ന ആദ്യത്തെ ആനിമേറ്റഡ് ചിത്രമാണ് ഈ അംബ്രല്ല. ഇത് നിർമ്മിക്കാൻ
ഇവർ 10 വർഷമെടുത്ത്. എന്താണ് ഈ ആനിമേറ്റഡ് ഫിലിം എന്ന് പറയുന്നത്? ആനിമേറ്റഡ് ഫിലിം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം നിർമ്മിക്കുകയാണ്. അതിൽ ജീവനുള്ള മനുഷ്യർ അഭിനയിക്കില്ല. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. അങ്ങനെ ആ ഫിലിം 2019 പുറത്തിറക്കിയത്. ഇറ്റ് റിസീവ്ഡ് an Oscar nomination and went on to win recognition at several film festivals. അങ്ങനെ ഈ ഫിലിമിന് ഓസ്കാർ നോമിനേഷൻ കിട്ടി, അതായത് ഓസ്കാർ നാമനിർദ്ദേശം കിട്ടി. മാത്രമല്ല വളരെയധികം ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ ഇതിന് നല്ല അംഗീകാരവും കിട്ടി, റെക്കഗ്നിഷൻ, അംഗീകാരം. അംബ്രല്ല is a film that can both entertain and enlighten grown-ups and children alike. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പറ്റുന്ന ഒരു ചിത്രമാണ് ഈ അംബ്രല്ല. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. ഈ കഥ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും അല്ലെങ്കിൽ പ്രത്യാശയുടെയും കഥയാണ്. ഇറ്റ് വിൽ കീപ് എ ഫെയ്ത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. മനുഷ്യന്റെ തിരിച്ചറിവിന്റെയും ചുമതലാബോധത്തിന്റെയും മൂല്യത്തിന്റെ വിശ്വാസം നിലനിർത്തുന്ന ഒരു ചിത്രമാണിത്. ഓക്കെ സ്റ്റുഡൻസ്, ദ യെല്ലോ അംബ്രല്ല എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ യുവർ ക്ലാസ് റൂം at 2310.